എല്ലാവർക്കും നമസ്കാരം. ഇംഗ്ലീഷ് എങ്ങനെ മലയാളത്തിലൂടെ പഠിക്കാമെന്ന നമ്മുടെ 20ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഗൂഗിൾ മീറ്റ് വിളിച്ചപ്പോൾ ആകെ 3 പേരാണ് മീറ്റിങ്ങിന് വന്നത്. പലരും ക്ലാസ്സുകൾ കാണുന്നില്ല, അല്ലെങ്കിൽ ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് ഗൂഗിൾ മീറ്റിൽ വന്നു കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കുന്നുള്ള പേടിയൊക്കെയാണെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കാനൊന്നും അല്ലായിരുന്നു. എന്തെങ്കിലും മാറ്റങ്ങൾ വേണോ ക്ലാസ്സിന്, അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്ന് അന്വേഷിക്കാനായിരുന്നു മീറ്റിംഗ് വെച്ചത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി പ്രൊമോട്ട് ചെയ്യാം. നമ്മൾ പോലെ തന്നെ അറിയാൻ ഇത്തിരി താല്പര്യമുള്ളവരും എന്നാൽ മറ്റുള്ളവരോട് ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ളവരും ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ അടുത്തേക്കും ക്ലാസ്സുകൾ എത്തിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടെയായിരുന്നു ഇന്നലത്തെ മീറ്റിംഗ്. പക്ഷേ നിർഭാഗ്യവശാൽ 3 പേരാണ് മീറ്റിങ്ങിന് പങ്കെടുത്തത്. വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ല, അതുകൊണ്ടാണ് കയറാത്ത എന്നാണ് പലരും പറയുന്നത്. അതൊരു തെറ്റായ തീരുമാനമാണെന്ന് ഞാൻ പറയും. തീരുമാനമല്ല, തെറ്റായൊരു പ്രസ്താവനയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, സമയം കിട്ടായിയൊന്നുമില്ല. 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. ആ 10 മിനിറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് തന്നെ ഞാൻ പറയും. കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ അതിൽ കൂടുതൽ ഫോണിൽ റീൽസ് കാണാനും ഇതിനൊക്കെ ഇരിക്കുന്നുള്ളവരാണ്. കുറ്റപ്പെടുത്തല്ല, നമ്മൾ തന്നെ സമയം ഉണ്ടാക്കണം, അല്ലാതെ നമുക്ക് ഒരിക്കലും സമയം കിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ ഒരേ ദിവസം തന്നെ 7ഉം 8ഉം ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരും ഈ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരും അല്ല പറയുന്നത്, സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞവരോട് മാത്രമാണ്. അപ്പോൾ ഈ 8ഉം ക്ലാസ് അറ്റൻഡ് ചെയ്ത് വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നവർ ഈ ഗ്രൂപ്പിലുണ്ട്. അവരോട് പ്രത്യേകം സന്തോഷം, നിങ്ങളുടെ സമയം കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. തിരക്കുകളുണ്ടായിരിക്കാം, മാറ്റിവെക്കാൻ പറ്റാവുന്നത് ഇങ്ങനത്തെ ക്ലാസ്സുകളാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതെന്നും മാറ്റിവെക്കപ്പെടുകയുള്ളൂ. പഠിപ്പിച്ചിരുന്നത് സിമ്പിൾ ഫ്യൂച്ചറാണ്. അതിൽ നമ്മൾ പറഞ്ഞു വില്ല് അല്ലെങ്കിൽ ഷാള്, അത് ഒന്നിന് പകരമായിട്ട് ഒന്ന് ഉപയോഗിക്കും, പക്ഷെ അതിൽ കുറച്ച് നിബന്ധനകളുണ്ട് എന്നുള്ളത്. ഐ, വി, ഞാൻ അല്ലെങ്കിൽ നമ്മൾ, ഐ അല്ലെങ്കിൽ വി എന്ന വാക്കുകൾ വരുമ്പോൾ വില്ല് ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു ഉറപ്പാണ്. അതായത് എന്തായാലും ചെയ്യും എന്നൊരു അർത്ഥമാണ് വരുന്നത് വില്ല് വരുമ്പോൾ. ഇപ്പോൾ ഐ വിൽ മാരി യു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ എന്തായാലും വിവാഹം കഴിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ഐ വിൽ മാരി യു, എന്തായാലും അതിൽ മാറ്റമൊന്നുമില്ല. ഇനി അതിന് പകരം ഐ ഷാൾ മാരി യു എന്ന് പറയുമ്പോൾ ഞാൻ നിന്നെ വിവാഹം കഴിക്കും, പക്ഷെ അവിടെ ഒരു ഉറപ്പുറവുണ്ട്. സാഹചര്യം സന്ദർഭമൊക്കെ ഒത്തു വന്നാൽ ഞാൻ നിന്നെ വിവാഹം കഴിക്കും എന്നൊരു ധ്വനി അതിലുണ്ട്. അപ്പോൾ ഷാള് എന്ന വാക്ക് വിയുടെ കൂടെയും അതുപോലെ തന്നെ ഐയുടെ കൂടെയും വരുമ്പോൾ അത്ര ഉറപ്പുള്ള വാക്കല്ല. പക്ഷെ വില്ലാവുമ്പോൾ അത് ഉറപ്പാണ്, അതിലൊരു മാറ്റമില്ല. ബാക്കിയുള്ള സബ്ജക്റ്റുകൾ കർത്താവ്, ഹി, ഷീ, ഇറ്റ്, ദേ, അതുപോലെ തന്നെ യു, അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ വരിക, പേരുകൾ വരിക. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വില്ല് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഉറപ്പ് കുറവുള്ളതും ഷാളാണ് അതിൽ ഉറപ്പ് വരികയും. മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. അതായത് ഹി ഷാൾ കം ടുഡേ, അവൻ ഇന്ന് എന്തായാലും വരും. ഹി വിൽ കം ടുഡേ എന്ന് പറഞ്ഞാൽ അവൻ വരുമായിരിക്കും എന്നൊരു ധ്വനിയിലാണ്. വരും എന്ന് തന്നെ, പക്ഷെ ഉറപ്പില്ല. ഇറ്റ്, ഷീ, ഹി, ദേ, യു അല്ലെങ്കിൽ എന്തെങ്കിലും പേരുകളുടെ കൂടെ വില്ല് വരികയാണെങ്കിൽ അത്ര ഉറപ്പുള്ള കാര്യങ്ങളല്ല. പകരം ഷാള് വെച്ച് കഴിഞ്ഞാൽ അത് ഉറപ്പുള്ള വാക്കായിരിക്കും. തിരിച്ചാണെങ്കിൽ ഐ, വി എന്നിവയുടെ കൂടെ വില്ല് വരികയാണെങ്കിൽ അത് ഉറപ്പുള്ളതും, ഷാൾ വെച്ച് കഴിഞ്ഞാൽ അത് സംശയാസ്പദമായിരിക്കും. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്, അതായത് ഭാവിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയായിരിക്കും ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. കർത്താവ് ഏകവചനാണെങ്കിലും ബഹുവചനാണെങ്കിലും വിൽ എന്ന് വയ്ക്കും. അതിനുശേഷം ബി വിൽ ബി എന്ന് വെച്ചതിന് ശേഷം വെർബിൻ്റെ കൂടെ ING ഫോം, പ്രസന്റ് ടെൻസിൽ ING ഫോം ആണ് ഉപയോഗിക്കുന്നത്. പ്രസന്റ് ടെൻസിൽ ING ഫോം ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഉദാഹരണങ്ങളിലേക്ക് കിടക്കാം. I will be sleeping at 11 PM. I will be sleeping at
11 PM. ഞാൻ വൈകിട്ട് 11 മണിക്ക് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഞാൻ വൈകിട്ട് 11 മണിക്ക് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഐ വിൽ ബി സ്ലീപ്പിംഗ് അറ്റ് 11 PM. ഷീ വിൽ ബി കുക്കിംഗ് വെൻ യു കം. നീ വരുമ്പോൾ അവൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഷീ വിൽ ബി കുക്കിംഗ് വെൻ യു കം. നീ വരുമ്പോൾ അവൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. They will be playing football tomorrow evening. They will be playing football tomorrow evening. നാളെ വൈകിട്ട് അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നാളെ വൈകിട്ട് അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. We will be traveling to Dubai next week. അടുത്ത ആഴ്ച നമ്മൾ ദുബായിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. The baby will be crying all the night. രാത്രി മുഴുവൻ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. Baby will be crying all the night. Baby will be crying all the night. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ്. നിങ്ങൾ ഓരോരുത്തരും ക്ലാസ്സുകൾ കാണുക, പിന്നെ പരമാവധി കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഒരു അഭിപ്രായം ചെയ്യുക. അങ്ങനെയൊക്കെ വരുന്നാലാണ് ചാനൽ കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുകയുള്ളൂ. അപ്പോൾ അത് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പർ മെസ്സേജ് ഇട്ട് ചോദിക്കുക. ക്ലാസ്സുകൾ നന്നായി പോകട്ടെ. നിങ്ങൾക്ക് ഒരു നല്ല ദിവസം നേരുന്നു. എല്ലാവരും സേഫ് ആയിരിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും നല്ല ദിനം നേരുന്നു. താങ്ക് യു.